105 games. Are you happy? Very nice here. How are you? ഹായ്, എൻ്റെ വിയറ്റ്നാം യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഡാനാങ്ങിലാണ്. ഇവിടെയുള്ള ഗ്രാൻഡ് ഗോൾഡ് ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം. കിഴക്കൻ ചൈന സമുദ്രത്തിന്റെ ഭാഗമായ ഈസ്റ്റ് വിയറ്റ്നാം സമുദ്രത്തിന്റെ തീരത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ബാന ഹിൽസ് ആണ് എൻ്റെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. 9 മണിക്ക് മാത്രം യാത്ര തുടങ്ങിയാൽ മതി എന്നുള്ളത് കൊണ്ട് രാവിലെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. വളരെ വൃത്തിയായി പരിപാലിക്കുന്ന ഒരു ബീച്ചാണിത്. ഈ പെൺകുട്ടി ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. വിയറ്റ്നാമിലെ പെൺകുട്ടികൾ ജോലിസ്ഥലത്ത് ധരിക്കുന്ന വേഷമാണിത്. നടത്തമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ബാന ഹിൽസിലേക്ക് യാത്രയായി. ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് ബാന ഹിൽസിലേക്ക്. കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഭൂപ്രകൃതിയാണ് ഇവിടുത്തേത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പ്ലാവ്, മാവ്, കടപ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ എവിടെ നോക്കിയാലും കാണാം. ഇടുക്കിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ കാണുന്നത് ഇവിടെ മാലിന്യങ്ങൾ ശേഖരിച്ചിരിക്കുന്നതാണ്. ആൾതാമസമില്ലാത്ത സ്ഥലമാണെങ്കിലും അവയെല്ലാം പ്ലാസ്റ്റിക്കിനാൽ മൂടിയിട്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് ഞാൻ നമ്മുടെ നാടിനെ ഓർത്തുപോയി. മധ്യ വിയറ്റ്നാമിലെ ഡാനാങ് നഗരത്തിന് പടിഞ്ഞാറ് ട്രുവോങ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ബാന ഹിൽസ്. 1919 ആദ്യമായി ഫ്രഞ്ച് കോളനിക്കാരാണ് അവരുടെ വിനോദസഞ്ചാരികളുടെ ഒരു വിശ്രമ കേന്ദ്രമായി ഇവിടെ ഒരു റിസോർട്ട് നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്ന് കിഴക്കൻ കടലിന്റെയും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും കാഴ്ച കാണാൻ സാധിക്കും. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ബാന ഹിൽസ് വലിയ തോതിൽ ഉപേക്ഷിക്കപ്പെടുകയും അവഗണനയുടെ അവസ്ഥയിലേക്ക് വീഴുകയും അങ്ങനെ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൺ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ബാന കുന്നുകളെ പുനരുജ്ജീവിപ്പിക്കാനും ഒരു ആധുനിക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനും ശ്രമിച്ചു. സൺവേൾഡ് ബാന ഹിൽസ് എന്ന വലിയ വിനോദ സമുച്ചയമായി അവർ ഈ പ്രദേശത്തെ വികസിപ്പിച്ചു. ലോക റെക്കോർഡുകളുള്ള ഒരു കേബിൾ കാർ, അമ്യൂസ്മെന്റ് പാർക്ക്, പൂന്തോട്ടങ്ങൾ, ഫ്രഞ്ച് ശൈലിയിലുള്ള ഗ്രാമങ്ങൾ, ഗോൾഡൻ ബ്രിഡ്ജ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആകർഷണങ്ങൾ ഈ സമുച്ചയത്തിലുണ്ട്. ബാന ഹിൽസിലെ കേബിൾ കാർ ശ്രദ്ധേയമായ ഒരു എഞ്ചിനീയറിംഗ് നേട്ടവും ഈ സ്ഥലത്തെ ഒരു ആധുനിക ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന ഘടകവുമാണ്. 2013 തുറന്ന ഈ കേബിൾ കാറിന് 5800 മീറ്ററിൽ കൂടുതൽ നീളമുള്ള നോൺ സ്റ്റോപ്പ് സിംഗിൾ ട്രാക്ക് കേബിൾ കാർ എന്നതിനും 2 സ്റ്റേഷനുകൾക്കുള്ളിൽ ഏറ്റവും ഉയർന്ന എലിവേഷൻ കൈവരിക്കുന്ന കേബിൾ കാർ എന്നതിനും ഉൾപ്പെടെ നിരവധി ലോക റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കേബിൾ കാർ യാത്ര സുന്ദരമായ ഭൂപ്രകൃതികളുടെയും മൂടൽമഞ്ഞ് മൂടിയ കുന്നുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ആധുനികവും സൗകര്യപ്രദവുമായ ക്യാബിനുകളോട് കൂടിയ ഇതിന്റെ ആകർഷകമായ രൂപകൽപ്പനയും എഞ്ചിനീയറിംഗും യാത്രക്കാർക്ക് സുഗമവും മനോഹരവുമായ സവാരി പ്രദാനം ചെയ്യുന്നു. ഈ കേബിൾ കാർ ഹിൽ സ്റ്റേഷനിലേക്കുള്ള ഗതാഗതത്തിനുള്ള ഒരു പ്രായോഗിക മാർഗം മാത്രമല്ല, മറിച്ച് ഇത് ബാന ഹിൽസ് സന്ദർശനത്തിലെ ആവേശകരവും അവിസ്മരണീയവുമായ ഒരു അനുഭവം കൂടിയാണ്. സെക്കൻഡിൽ 6 മീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഈ കേബിൾ കാർ സംവിധാനത്തിൽ 4 ലൈനുകളിലായി 201 ക്യാബിനുകൾ അടങ്ങിയിരിക്കുന്നു. മണിക്കൂറിൽ 3500 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന സിസ്റ്റം നിർമ്മിച്ചത് ഓസ്ട്രിയൻ കമ്പനിയായ ഡോപ്പൽമേയർ ആണ്. ഏകദേശം 2500 രൂപയാണ് കേബിൾ കാറിൽ പോയി വരുന്നതിനുള്ള നിരക്ക്. ഇതാണ് ആദ്യത്തെ സ്റ്റേഷനായ ബാന സ്റ്റേഷൻ. ഇവിടെയാണ് ഫ്രഞ്ച് ഗാർഡൻസ്, കൂറ്റൻ ബുദ്ധപ്രതിമ, ഗോൾഡൻ ബ്രിഡ്ജ് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത്.
ഈ കേബിൾ കാർ സ്റ്റേഷനെ പൂന്തോട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 150 മീറ്റർ നീളമുള്ള ഒരു കാൽനട പാലമാണ് ഗോൾഡൻ ബ്രിഡ്ജ്. വിശാലമായ ഭൂപ്രകൃതിയിൽ നിന്ന് ഉയർന്നു വരുന്ന കാലഹരണപ്പെട്ടതും പ്രാചീനവുമായി തോന്നിക്കുന്ന ഭീമാകാരമായ 2 കൈകളാൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പിന്നിലേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു പാലമാണിത്. ഫൈബർ ഗ്ലാസും വയർ മെഷും കൊണ്ട് നിർമ്മിച്ച പാലത്തെ താങ്ങി നിർത്തുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചതായി തോന്നുന്ന 2 ഭീമാകാരമായ കൈകളാണ് ഇതിന്റെ പ്രത്യേകത. ഈ കൈകൾ ഭൗമിക മണ്ഡലവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ബോധം പ്രദാനം ചെയ്യുന്ന അതിയാഥാർത്ഥ്യവും അസ്വാഭാവികവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഹോച്ചിമിൻ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ആർക്കിടെക്ചറാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. 2018 പൂർത്തിയാക്കിയ ഗോൾഡൻ ബ്രിഡ്ജ് അതിന്റെ നൂതനമായ രൂപകൽപ്പനയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം നേടുകയും പിന്നീട് വിയറ്റ്നാമീസ് ചാതുര്യത്തിന്റെയും ബാന കുന്നുകളുടെ പ്രകൃതി സൗന്ദര്യത്തിന്റെയും പ്രതീകമായി മാറുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാലത്തിൽ കൂടി നടക്കുവാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും ദിവസവും ഇവിടെ എത്തുന്നത്. വിയറ്റ്നാമിന്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അടയാളമാണ് ഗോൾഡൻ ബ്രിഡ്ജ്. പ്രണയത്തിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് പൂന്തോട്ടത്തിലേക്കാണ് ഗോൾഡൻ ബ്രിഡ്ജ് നമ്മളെ നയിക്കുന്നത്. ഫ്രഞ്ച് വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ പൂന്തോട്ടം. ഫ്രഞ്ച് ശൈലിയിലുള്ള ഈ പൂന്തോട്ടം ബാന പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വലിയ പ്രദേശം ഉൾക്കൊള്ളുന്നു. സന്ദർശകരെ എപ്പോഴും ആകർഷിക്കുന്ന വിവിധതരം പൂക്കളുള്ള ഈ പൂന്തോട്ടത്തിൽ ഓരോന്നിനും അതിൻ്റെതായ തനതായ വാസ്തുവിദ്യയും തീമുമുള്ള 9 വ്യത്യസ്ത പൂന്തോട്ടങ്ങളുണ്ട്. തീൻ തായ് ഫ്ലവർ ഗാർഡൻ, ഗ്രേപ്പ് ഗാർഡൻ, ലവ് ഗാർഡൻ, മെയ്സ് ഗാർഡൻ, ഈഡൻ ഗാർഡൻ എന്നിങ്ങനെയൊക്കെയാണ് അവയുടെ പേരുകൾ. അതിശയകരമായ ഫ്രഞ്ച് വാസ്തുവിദ്യാ ശൈലികൾ കൊണ്ട് ഒരു യൂറോപ്യൻ വിന്റേജ് അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഡീബെ വൈൻ സെല്ലാർ ഈ പൂന്തോട്ടത്തിന്റെ ഒരു വശത്തായി സ്ഥിതി ചെയ്യുന്നു. 1923 ഫ്രഞ്ചുകാരാണ് യഥാർത്ഥ ഡീബെ വൈൻ സെല്ലർ നിർമ്മിച്ചത്. ആവശ്യമായ താപനില നിലനിർത്താൻ ബാന പർവ്വതത്തിൽ 100 മീറ്റർ ആഴത്തിൽ ഒരു നിലവറ കുഴിച്ചാണ് അവർ വൈൻ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ ലോകോത്തര വൈനുകളുടെ ഒരു ശേഖരമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വിവിധതരം വൈൻ ആസ്വദിക്കുകയും ചെയ്യാം. നിലവറയിലേക്ക് കടക്കാൻ പ്രത്യേക പ്രവേശന ഫീസ് നൽകണം. ബാന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ലിൻ ഉങ് പഗോഡ ഡനാങ് സിറ്റിയിലെ പ്രശസ്തമായ 3 ലിൻ ഉങ് പഗോഡകളിൽ ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെളിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിന്റെ ഗേറ്റിൽ നിന്ന് ഡനാങ് സിറ്റി, മൈഖെ ബീച്ച്, ബാന പർവ്വതനിരകൾ എന്നിവയുടെ ഗംഭീരമായ പനോരമ കാണാൻ കഴിയും. ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ശാക്യമുനി ബുദ്ധന്റെ താമരയിൽ ധ്യാനിക്കുന്ന 27 മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രതിമ കാണാൻ കഴിയും. ഇവിടെ നിന്നും വേറൊരു കേബിൾ കാറിലാണ് അടുത്ത ലെവലിലേക്ക് പോകേണ്ടത്. അവിടെയാണ് ഫാന്റസി പാർക്കും ഫ്രഞ്ച് വില്ലേജും സ്ഥിതി ചെയ്യുന്നത്. റൊമാൻറ്റിക് കോട്ടകൾ, സെന്റ് ബേസിൽസ് കത്തീഡ്രൽ, പഴയ ഗ്രാമങ്ങൾ, സത്രങ്ങൾ എന്നിങ്ങനെ തിരിച്ചറിയാവുന്ന ക്ലാസിക്കൽ ലാൻഡ്മാർക്കുകളുള്ള പഴയ ഫാഷനിലുള്ള ഫ്രാൻസിനെ പുനർനിർമ്മിച്ചിരിക്കുന്ന ഫ്രഞ്ച് വില്ലേജാണ് ബാന ഹിൽസിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്ന്.
ഗോത്തിക് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, ഇടവഴികൾ, വർണ്ണാഭമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വിന്റേജ് ശൈലിയിലുള്ള വിളക്കുകാലുകൾ നിറഞ്ഞ തെരുവുകൾ തുടങ്ങിയവയാൽ പകർത്തിയെടുത്ത ഒരു മധ്യകാല ഫ്രഞ്ച് ഗ്രാമത്തിന്റെ അന്തരീക്ഷം പ്രണയവും ഗൃഹാതുരവുമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും. കഫേകളും റെസ്റ്റോറന്റുകളും നിറഞ്ഞ ഈ യൂറോപ്യൻ പ്രചോദിത ഗ്രാമം നിങ്ങളെ ഫ്രാൻസിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതായി അനുഭവപ്പെടും. ഇവിടെ രാത്രി തങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മെർക്കുറെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ആഡംബര ഹോട്ടലും ലഭ്യമാണ്. ബാന ഹിൽസിന്റെ കൊടുമുടി ലൂ ചൊവോങ് എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധ വാസ്തുവിദ്യയിലാണ് ഈ സ്ഥലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആകാശവും ഭൂമിയും സമന്വയിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെയും വനങ്ങളെയും ഭരിക്കുന്ന വിശുദ്ധ പർവ്വതമാതാവ് തുവോങ് നഗന്റെ ആരാധനാലയമാണ് ലിൻ ചുവ ലിൻ തു ക്ഷേത്രം. ഇവിടുത്തെ ജനങ്ങളെ തലമുറകളായി പർവ്വതമാതാവ് സംരക്ഷിച്ചു പോരുന്നുവെന്നാണ് ഐതിഹ്യം. നടുമുറ്റത്ത് 2 നിലകളുള്ള ഷഡ്ഭുജാകൃതിയിലുള്ള ഒരു കെട്ടിടത്തിൽ മൈത്രേയ ബുദ്ധന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടിലെ മണിഗോപുരം ബുദ്ധ വാസ്തുവിദ്യയുടെ തെളിവായി നിലകൊള്ളുന്നു. 1 ടൺ ഭാരമുള്ള സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത വെങ്കല മണിയാണ് ഇതിന്റെ കേന്ദ്രഭാഗം. ലൗ ചോങ്ങിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ബാന കുന്നുകളുടെയും ഫ്രഞ്ച് ഗ്രാമത്തിന്റെയും കാഴ്ചകൾ അതിമനോഹരമാണ്. ക്ഷേത്രത്തിന് താഴെ ഗാംഭീര്യമുള്ള പുരാതന വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച 9 നിലകളുള്ള ഇൻഫോങ് ടവർ നിലകൊള്ളുന്നു. ഓരോ നിലയിലും 4 മൂലകളിലായി തൂങ്ങിക്കിടക്കുന്ന ചെറിയ വെങ്കലമണികൾ സൃഷ്ടിക്കുന്ന വിശിഷ്ടമായ മണിനാദങ്ങൾ ഈ ടവറിന്റെ പ്രത്യേകതയാണ്. ബാന ഹിൽസിലെ സൺവേർഡ് ഫാന്റസി പാർക്ക് ത്രസിപ്പിക്കുന്ന റൈഡുകളുടെയും വിചിത്രമായ ആകർഷണങ്ങളുടെയും സമന്വയത്തോടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആകർഷകമായ അമ്യൂസ്മെന്റ് പാർക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്ക് എന്നാണ് ഫാന്റസി പാർക്ക് അറിയപ്പെടുന്നത്. ഹൃദയമിടിപ്പ് കൂട്ടുന്ന റോളർ കോസ്റ്ററുകൾ മുതൽ കുടുംബ സൗഹൃദ ആകർഷണങ്ങൾ വരെ ഫാന്റസി പാർക്ക് എല്ലാവർക്കും ആനന്ദകരമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. ഇവിടെയുള്ള 100-ലധികം ഗെയിമുകളിൽ മിക്കവാറും എല്ലാ ഗെയിമുകളും സൗജന്യമാണ്. 29 മീറ്റർ ഫ്രീ ഫോൾ ടവർ, ഫെയറി ഫോറസ്റ്റ്, യുറാസിക് പാർക്ക്, പ്രേതഭവനം, 4D, 5D സിനിമകൾ എന്നിവയാണ് ജനപ്രിയ ഗെയിമുകൾ. ഈ ഗെയിം സോൺ ഇവിടുത്തെ ഏറ്റവും തിരക്കേറിയ സ്ഥലം ആയതിനാൽ സാധാരണയായി എപ്പോഴും എല്ലാ ഗെയിമുകൾക്കും മുമ്പിൽ നീണ്ട ക്യൂ കാണാം. കേബിൾ കാറും 100-ൽ പരം ഗെയിമുകളും ഉൾപ്പെടെ ബാന ഹിൽസിലേക്കുള്ള പ്രവേശന ഫീസ് 2500 രൂപയാണ്. എന്നാൽ ഒരു ദിവസം മുഴുവനും വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷകരമായ അനുഭവങ്ങളുടെ വില അതിലും എത്രയോ കൂടുതലാണ്. ഡനാങ്ങിൽ വരുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബാന ഹിൽസ്. ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് ഞാൻ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോവുകയാണ്. വിയറ്റ്നാമിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഹോച്ചിമിൻ സിറ്റിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.